ഇങ്ങോട്ട് നോക്കിക്കേന്നേ. പ്രോപ്പർ കെയർ നമ്മൾ കൊടുത്താല് ഇത് കണ്ടോ, കോഡെക്സൈൽ പോലും വേണമെങ്കിൽ പൂ വേരയിലും എന്ന് പറയുന്നതിന് പകരം വേണമെങ്കിൽ പൂ കോഡെക്സൈൽ പോലും. എന്റെ ലാസ്റ്റ് വീഡിയോ എല്ലാരും കണ്ടായിരുന്നോ? ശരിക്കുവേ ഞാൻ അതിനകത്ത് അഡീനിയം പ്ലാന്റിന്റെ കെയർ പറയാന്ന് പറഞ്ഞല്ലേ വന്നത്. ഇവിടെ വന്ന് എന്റെ പൂക്കളൊക്കെ എല്ലാരും കാണിക്കാനുള്ള കൊതി കൊണ്ട് പൂക്കൾ കാണിച്ച് കെയറിന്റെ കാര്യമേ ഞാനങ്ങ് മറന്നുപോയി. വീഡിയോ കണ്ടിട്ട് പിള്ളേരൊക്കെ എന്നോട് ചോദിച്ചതേ, ഈ അഡീനിയം പ്ലാന്റിന്റെ കെയർ ഒന്ന് ചെയ്യാവോ ചേച്ചിന്നാ. പൂക്കൾ എല്ലാരും കണ്ടല്ലോ, ഇഷ്ടായില്ലേ? ഇനി ഞാനേ ഇവരുടെയൊക്കെ കെയർ എങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അഡീനിയം പ്ലാന്റിന്റെ കെയറിനെ പറ്റി പറയുമ്പോഴേ നമ്മൾ ഒന്നാമത് ഓർത്തിരിക്കേണ്ടത്, നമ്മുടെ മനസ്സിൽ വെക്കേണ്ടത്, നല്ല ചൂട് കാലാവസ്ഥ ഇഷ്ടപ്പെടുന്ന ചെടികളാണ് അഡീനിയം പ്ലാന്റ് അല്ലെങ്കിൽ ഡെസേർട്ട് റോസ്. ഇവർക്ക് നല്ലതായിട്ട് ബ്രൈറ്റ് ലൈറ്റ് കിട്ടണം. അതുപോലെ തന്നെ ഇവർക്ക് ഒത്തിരി വെള്ളവും ആവശ്യമില്ല. ഒന്നാമത് നമ്മൾ പോട്ട് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ചെടിക്ക് അനുസരിച്ച് വേണം നമ്മൾ പോട്ട് സെലക്ട് ചെയ്യാൻ. ഡ്രെയിനേജ് ഹോൾ നന്നായിട്ടുള്ള ചെടിയുമായിട്ട് നന്നായിട്ട്, അതായത് സൈസിനനുസരിച്ചുള്ള പോട്ട് സെലക്ട് ചെയ്യുക. പിന്നെ നമ്മൾ സോയിൽ സെലക്ട് ചെയ്യുമ്പോൾ നല്ല ബ്രീത്തബിൾ സോയിൽ ആയിരിക്കണം. കാരണം ഇവന് മണലിൽ സാൻഡിൽ വളരുന്ന ചെടിയാണ്. അപ്പം ബ്രീത്തബിൾ സോയിൽ ആയിരിക്കണം. അതിനുവേണ്ടി നമുക്ക് വേണമെങ്കിൽ പെർലേറ്റ് മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ കൊക്കോപീറ്റ് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ നല്ലതായിട്ട് സാൻഡ് മിക്സ് ചെയ്തു കേട്ടോ. ഒരു കാരണവശാലും ഇവരുടെ പോട്ടിനകത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ഇവരുടെ പോട്ടിനകത്ത് വെള്ളം കെട്ടിക്കിടന്നാൽ വേരുകൾ ചീഞ്ഞു പോകും, അവർ ചത്തുപോകും. നോക്ക്, ഇത് കണ്ടോ, ഇവിടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കോഡെക്സ്. ഇവർക്ക് ജീവിക്കാൻ ആവശ്യമായ വെള്ളം ഇവർ ഈ കോഡെക്സിനകത്ത് ശേഖരിച്ച് വെക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ മിടുക്കരായിട്ട് നിന്നോളും. ഇവർക്ക് വളമായിട്ട് നമുക്ക് കൊടുക്കാൻ ബെസ്റ്റ് NPK ആണ്. അതിന്റെ കൂടെ ഞാൻ ചെയ്യുന്നത് ലിക്വിഡ് ഫെർട്ടിലൈസർ ആണ്. അത് ശരിക്കും ഞാൻ ഉള്ളിത്തൊലി വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. അതൊന്ന് കണ്ടേക്കണേ. അങ്ങനെ പ്രിപ്പയർ ചെയ്തെടുത്തേക്കുന്ന ഇത് കണ്ടോ, ലിക്വിഡ് ഫെർട്ടിലൈസർ ആണ്. ഇതിനകത്ത് ഞാൻ ഉള്ളിത്തൊലി ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ട് അത് ഡയലൂട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കുന്നതാണ്. ഇവരെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഞാൻ എവറി 15 ഡേയ്സിൽ ഇവർക്ക് ഒഴിച്ചു കൊടുക്കും. പിന്നെ ഇവരുടെ കെയർ ഷോർട്ടായിട്ട് 1, 2, 3 എന്ന് പറയുകയാണെങ്കിലും, ഒന്നാമത്തെ കാര്യം നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ചു കൊടുക്കുക. ഷെയ്ഡിൽ വെച്ചപ്പോൾ എനിക്ക് അത്രയും പൂക്കൾ കിട്ടിയില്ലായിരുന്നു. 2, ഇവരുടെ സോയിൽ സൂപ്പർ ആയിരിക്കണം, ബ്രീത്തബിൾ ആയിരിക്കണം. 3, ഇവരുടെ പോട്ട് സെലക്ഷൻ. ഇത് 3 നമ്മൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. പിന്നെ ഫെർട്ടിലൈസർ എപ്പോഴും ലിക്വിഡ് ഫെർട്ടിലൈസർ ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അവര് സൂപ്പറായിട്ട് വളർന്നോളും, സൂപ്പറായിട്ട് പൂക്കൾ തരും. ഇനി കൂടുതൽ പൂക്കളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.